മ്യൂണിക് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന റിസൾട്ടായിരിക്കും മരിയൻ പ്ലാറ്റ്സ്. സോ ഈ മരിയൻ പ്ലാറ്റ്സ് എന്ന് പറയുന്നത് സിറ്റിയുടെ ഒരു സെൻറ്ററാണ്. പക്ഷേ അത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കിൽ കുറേ ഹിസ്റ്ററിയും കൂടി ഉണ്ട് കേട്ടോ. സോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ. ഈ മരിയൻ പ്ലാറ്റ്സ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ മരിയയുടെ ഒരു സ്റ്റാച്യു ഉള്ളൊരു സ്ഥലമാണ്, ഒരു സ്ക്വയറാണ്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ആദ്യത്തെ പേര് ഷ്രാനൻ പ്ലാറ്റ്സ് എന്നായിരുന്നു. ആ ഷ്രാനൻ പ്ലാറ്റ്സ് എന്ന് പറയുന്ന പേര് വരുന്നത് ഒരു മാർക്കറ്റ് സ്ക്വയർ എന്നുള്ള രീതിക്കാണ്. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷനാണ് ഈ ഗ്ലോക്കൻസ്പീൽ. ഇപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ ഈ ഫിഗേഴ്സ് എങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഫിഗേഴ്സിൽ ഈ മൂവ് ചെയ്യുന്ന ആ ഒരു ഡാൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും 7 കൊല്ലത്തിൽ ഒരിക്കൽ മരിയൻ പ്ലാറ്റ്സിൽ നടക്കാറുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ സെക്കൻഡ് വേൾഡ് വാറിൽ അത്യാവശ്യം നശിച്ചു പോയ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ഇവിടെ വലിയൊരു ബോംബിംഗ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സെൻറ്ററിൽ തന്നെ. പിന്നെ റീകൺസ്ട്രക്ട് ചെയ്തെടുത്ത ബിൽഡിങ്സുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു ബിൽഡിങ്ങിന് പുതിയ റാത്തൗസ് എന്നാണ് പറയുന്നത്, നോയസ് റാത്തൗസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇനീഷ്യലായിട്ടുള്ള പ്ലാൻ അനുസരിച്ചിട്ട് ഇത് കുറച്ചും കൂടി ഹയറിലായിട്ട് ഒത്തിരി കൂടിയിട്ട് ഹൈറ്റിൽ പണിയാനായിരുന്നു പ്ലാൻ. പക്ഷെ എന്നാലും ഫിനാൻഷ്യലായിട്ട് കുറച്ചും കൂടിയൊക്കെ പ്രശ്നങ്ങൾ വന്ന കാരണം കൊണ്ടിട്ടാണ് ഇത്രയും ഒരു ഹൈറ്റിൽ വെച്ചിട്ട് ഈ ഒരു ബിൽഡിംഗ് ഇപ്പോൾ പണി തീർത്തിരിക്കുന്നത്. ഈ ബിൽഡിംഗ് ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പല പല മീനിങ്ങുള്ള സ്റ്റാച്യൂസും കാണാൻ പറ്റും. ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് ഫിഷ് ഫൗണ്ടെയിൻ. അപ്പോൾ ഈ ഫിഷ് ഫൗണ്ടെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെയിമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥലം മുന്നേ പറഞ്ഞ പോലെ ഒരു വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വന്നിരുന്ന മീനൊക്കെ വിൽക്കാൻ വന്നിരുന്ന ആൾക്കാർ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് ഈ ഫൗണ്ടെയിൻ്റെ അവിടെ വന്നിട്ട് കൈയും കാലമൊക്കെ കഴുകുമായിരുന്നു. ഇവിടെ ഇപ്പോഴും എല്ലാ കൊല്ലവും ആഷ് വെനസ്ഡേക്ക്, അതായത് വിഭൂതി ബുധന് സിംബോളിക്കലായിട്ടുള്ളൊരു മങ്കിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഫൗണ്ടെയിനിൽ വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കൊല്ലത്തേക്ക് കുറച്ചും കൂടിയിട്ട് നല്ല സമൃദ്ധിയൊക്കെ ഉണ്ടാവുമെന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. അത് ചെയ്യണത് ഇവിടുത്തെ മേയറും സിറ്റി ഓഫീഷ്യൽസാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷനാണെങ്കിൽ കൂടിയിട്ട് പണ്ട് കാലത്ത് ഇവിടെ കുറ്റവാളികളെയൊക്കെ കൊണ്ടുവന്നിട്ട് വധശിക്ഷയ്ക്കൊക്കെ വിധേയരാക്കിയിരുന്നു. അതേപോലെ പണിഷ്മെൻറ്റൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിരുന്നൊരു സ്ഥലമായിരുന്നു ഇത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വേൾഡ് വാറിൻ്റെ സമയത്ത് ബോംബിങ്ങിൽ തകർന്ന പാർട്ട് ഇവർ റിനോവേറ്റ് ചെയ്താന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ റിനോവേറ്റ് ചെയ്യേണ്ടി വരാത്ത, എന്ന് വെച്ചാൽ ബോംബിങ്ങിൽ അധികം പ്രശ്നം വരാത്ത ഒരു പാർട്ടും കൂടിയിട്ട് മ്യൂണിക്കിൻ്റെ സെൻറ്ററിൽ തന്നെയുണ്ട്. സോ ആ ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്ഥലത്തിന് മ്യൂണിക് റാത്തൗസിൻ്റെ ഇന്നർ കോർട്ട്യാർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇന്നർ കോർട്ട്യാർഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോംബിങ്ങിൽ അധികം പ്രശ്നങ്ങളൊന്നും വരാത്തൊരു സ്ഥലമാണ്. അത് കാരണം കൊണ്ടിട്ട് പുറത്തേന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടിയിട്ട് പഴയ രീതിക്കുള്ള ആർക്കിടെക്ചറൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു സ്ഥലത്തിനെ പറ്റി കേട്ട വേറൊരു കഥയാണ്, ഇതിൻ്റെ താഴേക്ക് നമുക്ക് വേൾഡ് വാറിൻ്റെ സമയത്ത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂട്ടായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ബങ്കർ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ബങ്കറിലേക്കുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഓപ്പണിങ് ഈ ഒരു സ്ക്വയറിൽ നിന്നായിരുന്നു. ആ സ്ക്വയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാസേജിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ റിമൈനിങ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ എവിഡൻസോ ഒന്നും ഇപ്പോഴും ക്ലിയർ അല്ല. മരിയൻ പ്ലാറ്റ്സിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് അടുത്ത് തന്നെയുള്ള വിക്ടോറിയ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ലോക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റാണ്. ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതേപോലെയുള്ള ഷോപ്സ് മാത്രമല്ല ഒരു ബിയർ ഗാർഡനും കൂടിയിട്ടുണ്ട്. ഈ ബിയർ ഗാർഡൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മ്യൂണിക്കിലത്തെ 5 ബ്രൂവറീസിലത്തെയും ബിയർ ഇവിടെ അവൈലബിൾ ആണ്. സാധാരണ അങ്ങനെ പുറത്ത് ബിയർ ഗാർഡനിലൊന്നും അത് അവൈലബിൾ അല്ല. പക്ഷേ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബിയർ ഗാർഡനും കൂടിയിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ മെയിൻ വേറൊരു അട്രാക്ഷനായ ഫ്രവൻകിർഹയിലേക്കാണ്. അപ്പോൾ ഈ ഫ്രവൻകിർഹയിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇതേപോലെ താഴെ ചുവരിൽ കൊത്തുപണികളൊക്കെയുള്ള ഒരു ചർച്ചാണ്. 2 ഡോമുള്ള വലിയൊരു ചർച്ചാണത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ 2 ഡോമുകളുടെയും സീലിംഗ് ചെയ്ത വർക്കും അതിൻ്റെ ഒപ്പം തന്നെ അവിടുത്തെ ലൈറ്റും ഇതൊക്കെ ഇവിടുത്തെ അട്രാക്ഷനാണ്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിരുന്നു ലുഡ്വിഗ് രാജാവിൻ്റെ ആദ്യത്തെ ശവകുടീരം.
ഈ പള്ളിയിൽ സാധാരണ കുർബാനയൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് കുർബാനയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പള്ളിയുടെ ചുറ്റും നടന്ന് ഇതിൻ്റെ ജനലിലുള്ള പ്രത്യേക തരത്തിലുള്ള ഈ ചിത്രപ്പണികളും അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ അൾട്ടാറിൻ്റെ സൈഡിലുള്ള ഇതേപോലത്തെ മരത്തിലുള്ള കൊത്തുപണികളൊക്കെ കാണാൻ പറ്റിയിരുന്നു. ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും മിസ്സാക്കുന്ന ഒരു പാർട്ടാണ് ഈ ഒരു പള്ളിയുടെ താഴെയുള്ള ഈ ഒരു സെമിട്രി പാർട്ട്. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ രാജകുടുംബത്തിൽപ്പെട്ടവരെയാണ് മെയിനായിട്ട് അടക്കിയിരിക്കുന്നത്. അപ്പോൾ ലുഡ്വിഗ് IV അതേപോലെയുള്ള രാജാക്കന്മാരെയൊക്കെ ഇവിടെ അടക്കിയിട്ടുണ്ട്. ഈ പള്ളിയുടെ പാർട്ടുകളും വേൾഡ് വാർ II ബോംബിങ്ങിൻ്റെ സമയത്ത് തകർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോ സെൻട്രൽ മ്യൂണിക്കോടുകൂടി തീരുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.